പത്തരമാറ്റിന്റെ കിടില എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദു ഗ്രീനയെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ തിരക്കിലാണ്. ആദർശ് മീറ്റിംഗിന് പോയ സമയത്ത് ഹോട്ടലിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ നന്ദു ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഹോട്ടൽ ഉടമ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ ഒരിക്കലും അതിനെ അനുവദിക്കില്ല, അത് ഞങ്ങളുടെ ഇമേജിനെ ബാധിക്കും, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അക്കാര്യം ആവശ്യപ്പെടരുതെന്ന് പറയുന്നുണ്ട്. എന്നാൽ നന്ദുവിന് കൂടുതൽ പരിചയമുള്ള ഏരിയ അല്ലാത്തത് കൊണ്ട് തന്നെ നന്ദുവിനെ കൂടുതൽ നിർബന്ധിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ നന്ദു ഇക്കാര്യം ആദർശിനോട് പറയുന്നുണ്ട്. നന്ദു അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, എനിക്ക് കിരണിന് നല്ല പരിചയമുള്ള സ്ഥലമാണത്. ആ ഹോട്ടൽ ഉടമയുമായി കിരണിന് എന്നെക്കാളും പരിചയമുണ്ട്. ആ കാര്യമൊക്കെ ഞങ്ങൾ ചെയ്തോളാം, നീ ആദ്യം ഗ്രീനയെ കുറിച്ച് ഒന്ന് അന്വേഷണം നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. അങ്ങനെ ഗ്രീനയെ കുറിച്ച് കാര്യമായി തന്നെ നന്ദു അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അന്വേഷണത്തിനൊടുവിൽ ഗ്രീന ആരാണെന്നും ആർക്കു വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം കളിച്ചതെന്നും നന്ദു മനസ്സിലാക്കുകയാണ്. അങ്ങനെ നന്ദുവിന്റെ ചോദ്യം ചെയ്യലിൽ എല്ലാ സത്യങ്ങളും ഗ്രീന തുറന്നു പറയുകയാണ്. അങ്ങനെ ഗ്രീന കരഞ്ഞുകൊണ്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ്. ഡേവിഡ് എന്നൊരാൾ പറഞ്ഞിട്ടാണ് താൻ ഇങ്ങനെയെല്ലാം ചെയ്തതെന്നും യഥാർത്ഥത്തിൽ ഡേവിഡ് മാത്രമല്ല ഇതിന് പിന്നിൽ ഒരാൾ കളിക്കുന്നുണ്ട്. AN ജ്വല്ലറിയുടെ തലപ്പത്ത് നിൽക്കുന്ന ആളാണ് അയാൾ. അയാളുടെ ഫോട്ടോ എന്റെ അടുത്തുണ്ട്. എന്നെ വിട്ടാണ് അവർ എല്ലാം കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എനിക്ക് രക്ഷപ്പെടണമല്ലോ, അതുകൊണ്ട് ഞാനൊരു ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വെച്ചു എന്ന് ഗ്രീന നന്ദുവിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട്, ഇയാളെ എനിക്ക് നല്ല മുഖപരിചയമുണ്ടല്ലോ, ഇത് അബിയുടെ അച്ഛനല്ലേ, ആനന്ദപുരിയിൽ നിന്ന് പുറത്താക്കിയ അബിയുടെ അച്ഛൻ. ആദർശയുടെ മുൻപ് തനിക്ക് കാണിച്ചു തന്നതാണല്ലോ. അങ്ങനെ ഗ്രീന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മേഡം എന്നെ വെറുതെ വിടണം, പണത്തിന്റെ ആവശ്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത്. ഇയാൾക്കൊരു മകളുണ്ട്, അവൾ അനന്തപുരിയിലാണല്ലോ താമസിക്കുന്നത്. അവൾ ഇടയ്ക്ക് വന്ന് ഇയാളെ കാണാറുണ്ട്. ഗ്രീനയുടെ സംസാരം കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് നന്ദു. മേഡം, അനന്തപുരിയിലെ രഹസ്യങ്ങളെല്ലാം ഈ അവന്തികയാണ് ഇയാൾക്ക് ചോർത്തി കൊടുക്കുന്നത്. അങ്ങനെ നന്ദു അവന്തികയുടെ ഫോട്ടോ ഗ്രീനയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നീ പറഞ്ഞ സ്ത്രീ ഇവളാണോ എന്ന് ചോദിക്കുന്ന സമയത്ത്, അതേ മേഡം, ഇവൾ തന്നെയാണ് ഞാൻ പറഞ്ഞ ആ സ്ത്രീ. അവന്തിക ഇതിന് പിന്നിലുണ്ടോ എന്ന് അറിഞ്ഞപ്പോൾ ആകെ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് നന്ദു. അങ്ങനെ നന്ദു ആദർശിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, ഏട്ടൻ ഉടനെ തന്നെ ഇങ്ങോട്ട് വരണം എന്ന് പറയുകയാണ്. അങ്ങനെ പുറത്തു നിന്ന് അവർ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഗ്രീനയെ കുറിച്ച് അന്വേഷിച്ചു. ഗ്രീന ചില സത്യങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞു. ആ സമയം ആകെ ഞെട്ടിക്കൊണ്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ നന്ദു, എന്താണ് കാര്യം, എന്തായാലും വേഗം തുറന്നു പറ. ആ സമയം നന്ദു പറയുന്നുണ്ട്, നമ്മൾ ഇത്രയും കാലം സംശയിച്ചത് ആ ഡേവിഡിനെയാണ്, യഥാർത്ഥത്തിൽ ഡേവിഡ് അല്ല യഥാർത്ഥ പ്രതി. ആ സമയം ഞെട്ടിക്കൊണ്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താണ് നന്ദു, എന്താണ് നീ പറഞ്ഞു വരുന്നത്? അതേ ആദർശേട്ടാ, അനന്തപുരിയിൽ എത്തിയില്ലേ അവന്തിക എന്ന് പറയുന്നവൾ, അവളും അവളുടെ അച്ഛനുമാണ് ഇതിന് പിന്നിൽ. ആദർശത്തിന് ഇനിയും വിശ്വാസമായില്ലേ? ഗ്രീന എനിക്ക് തന്നൊരു വീഡിയോ ഇത് കണ്ടോ? അവന്തിക അവളുടെ അച്ഛനും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വീഡിയോയാണ്. അനന്തപുരിയെ തകർക്കാൻ വേണ്ടി അവർ പ്ലാൻ നടത്തുന്നുണ്ട്. എല്ലാ തെളിവുകളും ഇത് ആദർശേട്ടാ. അങ്ങനെ ഫോട്ടോ കണ്ടിട്ട് ഇത് അബിയുടെ അച്ഛനല്ലേ, മുത്തശ്ശൻ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്ന് പുറത്താക്കിയ അബിയുടെ അച്ഛനാണ് എന്ന് ഞെട്ടലോട് കൂടി ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, അവന്തിക്ക് നേരിട്ട് കണ്ട് നമുക്ക് സത്യങ്ങളെല്ലാം അറിയാം. ആ സമയം നന്ദു പറയുകയാണ്, അങ്ങനെ വേണ്ട, ഇനി ചോദിക്കലൊന്നുമില്ല, അവന്തികയെ നേരിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ നന്ദു വന്നിട്ട് അവന്തികയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അങ്ങനെ മുത്തശ്ശന്റെ മുമ്പിൽ വെച്ച് സത്യങ്ങളെല്ലാം പറയിപ്പിച്ച് അവന്തികയെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് നന്ദു. അങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നന്ദു, നീ എന്തിനാണ് അവന്തിക മോളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്, മോൾ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശ, ഇത്രയും കാലം അനന്തപുരിക്കാർക്കെതിരെ, മൂർത്തി ജ്വല്ലറിക്കെതിരെ കളിക്കുന്ന ആളെ തിരഞ്ഞു നടക്കുകയായിരുന്നില്ലേ? യഥാർത്ഥത്തിൽ പ്രതി ഈ നിൽക്കുന്ന അവന്തികയാണ്, ഇവളും ഇവളുടെ അച്ഛനുമാണ്. ഇവളുടെ അച്ഛൻ ആരാണെന്ന് മുത്തശ്ശന് അറിയണ്ടേ? വർഷങ്ങൾക്ക് മുമ്പ് മുത്തശ്ശൻ ഇവിടെ നിന്ന് പുറത്താക്കിയ അബിയുടെ അച്ഛൻ, അബിയുടെ ചേച്ചിയാണ് ഇവൾ. ഇവരെല്ലാവരും കൂടി അനന്തപുരിക്കാർക്കെതിരെ കളിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ നെട്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ആ സമയം അവന്തിക ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, അതെ, ഞാൻ തന്നെയാണ്. നിങ്ങൾ എന്റെ അച്ഛനെ വർഷങ്ങൾക്ക് മുമ്പ്
അനന്തപുരിയിൽ നിന്ന് പുറത്താക്കിയതില് എന്റെ അച്ഛൻ അനുഭവിച്ചതിന്റെ പകുതി പോലും ദുഃഖം നിങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. എന്നെയും കൊണ്ടാണ് എന്റെ അച്ഛൻ പടിയിറങ്ങിയത്. ആ സമയത്ത് ജീവിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്തായാലും അനന്തപുരി കൂടാൻ തോണ്ടിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. എന്റെ അച്ഛനോട് അത്രമാത്രം ദ്രോഹം അനന്തപുരിയിലുള്ളവർ ചെയ്തു എന്നൊക്കെ പറയുന്ന സമയത്ത് ദേഷ്യം സഹിക്കാനാകാതെ മുത്തശ്ശൻ അവന്തികയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്.